നമസ്കാരം. ഐഫോൺ 60യുടെ ലോഞ്ചിങ് ഇപ്പം ഇവൻ്റ് ലൈവായിട്ട് ഇപ്പോൾ നടന്നു. അപ്പോൾ അത് കണ്ടിട്ടുള്ളൊരു വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ടാണ്. ഇപ്രാവശ്യം അവർ കഴിഞ്ഞ പ്രാവശ്യത്തെ കഴിഞ്ഞും ഇമ്പോർട്ടൻസ് ആയിട്ട് ക്യാമറയ്ക്ക് ക്വാളിറ്റി കൂട്ടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ സ്ലോ മോഷൻ സ്ലോ മോഷൻ സിനിമാറ്റിക് ഫീച്ചേഴ്സുകളെല്ലാം അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട്. എല്ലാം ജസ്റ്റ് ഓടിച്ചിട്ട് കാണിച്ചു. പിന്നെ അതിലെടുത്ത കുറേ ക്ലിപ്പുകളെല്ലാം കാണിച്ചു. കഴിഞ്ഞ കൊല്ലത്തെ അപേക്ഷിച്ച് നോക്കിയാൽ നല്ല അപ്ഡേഷൻസാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് കൊണ്ടൊരു ആൽബം സോങ് വരെ അത് സെറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ക്യാമറ ഒക്കെ ഡയറക്റ്റ് ആയിട്ട് ഇപ്പം 50ക്കാണെങ്കിൽ ഇപ്പം നമ്മുടെ ക്യാമറയെ ഡയറക്റ്റായിട്ട് ക്യാമറ എടുക്കാനുള്ള ഓപ്ഷനുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇപ്പോൾ 60യിൽ വന്നേക്കുന്നതിന് ഇവിടുന്ന് ഒരു ഓപ്ഷനുണ്ട്, ഓട്ടോ സെൻസർ. അപ്പോൾ അതിൽ ക്യാമറ ഡയറക്റ്റ് എടുക്കാനും സൂം ചെയ്യാനും ഒക്കെ ഉള്ള ഓപ്ഷനൊക്കെ അവർ കൊടുത്തിട്ടുണ്ടെന്നാണ് കാണിച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ക്യാമറയ്ക്കും ഓഡിയോയ്ക്കുമാണ് കൊടുത്തത്. സ്റ്റുഡിയോ ക്വാളിറ്റി ഓഡിയോ റെക്കോർഡിംഗ് ഉണ്ടെന്ന് എടുത്ത് പറയുന്നുണ്ട്. അത് നമുക്ക് ഈ 50 ഉപയോഗിച്ചതിൽ നിന്ന് നമുക്ക് തന്നെ മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. ഇപ്പം യാതൊരു തരം മൈക്കോ ഒന്നും യൂസ് ചെയ്യാതെ തന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് വീഡിയോസ് എടുക്കുമ്പോൾ നമുക്ക് ഓഡിയോ ക്വാളിറ്റി ഭയങ്കര പെർഫോമൻസ്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ലാത്തൊരു സംഭവമാണ്. അത് ഉപയോഗിച്ച് തന്നെ അറിയേണ്ട സാധനമാണ്. വീഡിയോ പർപ്പസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് എടുക്കുന്നവർക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഫോണായിരിക്കും 60 എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. 50 ഞാൻ എടുത്തത് ആ ലോഞ്ചിങ് ഡേറ്റിൽ തന്നെ എടുത്തു. എനിക്ക് വ്ളോഗിങ് പർപ്പസിന് വേണ്ടിയിട്ടാണ് എടുത്തത്. അതുപോലെ തന്നെ ആ ഒരു പർപ്പസ് ശരിക്കും നല്ല രീതിയിൽ എനിക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് നോക്കി അറിയാം. നമ്മളൊരു സാറിന് ഒരു വ്ളോഗ് ചെയ്യുന്ന ഒരാൾ മൈക്കുകളൊക്കെ യൂസ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഞാനിത് ഉപയോഗിച്ചപ്പം നമുക്ക് ഇങ്ങനൊരു വ്ളോഗ് എടുക്കുവാണെങ്കിൽ ഈ ഓഡിയോ ക്വാളിറ്റി പക്കായിട്ട് ഇത് റെക്കോർഡ് ചെയ്യുക. അത് അവർ ഈ പ്രാവശ്യം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. നമുക്കത് ഉപയോഗിക്കുന്ന ഒരാൾക്ക് ഇവരുടെ ലോഞ്ചിങ് ഡേ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്തായാലും അവർ ഉദ്ദേശിക്കുന്നുള്ളത്. മറ്റ് ആൻഡ്രോയിഡിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് വേഷങ്ങളിൽ നിൽക്കുന്നവർക്കത് എന്താ പറയുന്നത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എന്നാലും നമുക്ക് അവർ കാണിച്ചതിൻ്റെ വെളിച്ചത്തിൽ ഇപ്പം സ്ലോ മോഷൻ ആണെങ്കിൽ 120 അത് വന്നേക്കുന്നതൊക്കെ നമുക്ക് വേണമെങ്കിൽ പല രീതിയിൽ ഉപയോഗപ്പെടുത്താമെന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ അങ്ങനത്തെ ഉപയോഗങ്ങളൊന്നും ചെയ്തിട്ടില്ല. സ്ലോ മോഷനോ സിനിമാറ്റിക്കൊന്നും വളരെയധികം ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ ആ ഒരു ഉപയോഗമൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടല്ലോ. റീൽസൊക്കെ പ്രത്യേകതരം റീൽസൊക്കെ ക്രിയേറ്റീവ് റീൽസൊക്കെ എടുക്കുന്നവർക്കൊക്കെ ഉപകാരപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് നമുക്ക് വെള്ളിയാഴ്ച തൊട്ട് പ്രീ ബുക്കിംഗ് തുടങ്ങും. നമ്മുടെ 20-ാം തീയതി തൊട്ട് കയ്യിലേക്ക് അവൈലബിൾ ആവുമെന്നാണ് പറയുന്നത്. പിന്നെ നമുക്ക് എല്ലാ പ്രാവശ്യം ഉള്ള പോലെ തന്നെ 16, 60 Pro, 60 Pro, 60 പ്ലസ്, 60 Pro, 60 Pro Max അങ്ങനെ 4 വേർഷനായിട്ടാണ് വരുന്നത്. കളറൊക്കെ കുറേ അവൈലബിൾ ആവുന്നുണ്ട്. പിന്നെ അതിന് ടൈറ്റാനിയം ബോഡിയും ഇതൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ സ്വിച്ചസൊക്കെ ഇപ്പം നമുക്ക് ഇവിടെ വന്നാൽ ഈ ഒരു സ്വിച്ച് ഒക്കെ മാറിയിട്ടുണ്ട്. നമ്മുടെ സൈലൻ്റ് ആക്കാനുള്ള സ്വിച്ചൊക്കെ മാറിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് ഇൻ്റലിജൻസ് നമ്മുടെ AI കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടെന്ന് എടുത്ത് പറയുന്നുണ്ട്. വെച്ചാൽ നമുക്കിപ്പം ഒരു ചാറ്റൊക്കെ ചെയ്യുമ്പോൾ വാട്സപ്പിലൊക്കെ ആണെങ്കിലും ചാറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സംഭവം ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അത് ഇതിനുമുണ്ട്. അത് ഞാൻ ജസ്റ്റ് നമ്മുടെ ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇമോജിയോ എല്ലാം നമുക്ക് വേണമെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി വാട്സപ്പിനകത്ത് നമ്മളത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ വരും. അതിന് വേണ്ടിയുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിട്ട് കുറച്ചും കൂടെയൊക്കെ ഇമ്പോർട്ടൻസ് കൂട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്ത് വേണമെന്നുള്ളത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അന്നേരം വരും. സെർച്ചിങ്ങിലാണെങ്കിലും എല്ലാം. പിന്നെ സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ ഓൾറെഡി നല്ല മുമ്പിലാണ്. അത് ഒരു പടിയും കൂടെ കൂടുതലും മുമ്പോട്ട് വരുത്തിയിട്ടുണ്ടെന്ന് അവർ എടുത്ത് പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഡേറ്റകളൊക്കെ പരിപൂർണ്ണമായിട്ട് സേഫ് ആയിരിക്കും. ഒരു തരത്തിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഹാക്ക് ചെയ്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. അത് 100% ഉറപ്പാണ്. നമുക്ക് ഡേറ്റ സെക്യൂരിറ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് ഐഫോണിൻ്റെ അകത്തുനിന്ന് വരുന്നത്. പിന്നെ ക്യാമറയും ഡേറ്റ സെക്യൂരിറ്റിയൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാകുന്നുണ്ട്. 16 ഇപ്പം iOS 80 ആയിരിക്കും അതിൻ്റെ അകത്ത് വരുന്നത്. അതിൻ്റെ അകത്തും കുറേ മാറ്റങ്ങളൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് പറയേണ്ടതല്ലാതെ തന്നെ കുറേ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്. എൻ്റെ കാഴ്ചപ്പാടിൽ ക്യാമറ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, ഓഡിയോ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അത് രണ്ടുമൊക്കെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ 4K റെക്കോർഡിങ് അതിൻ്റെയൊക്കെ വീഡിയോ പർപ്പസ് ആകട്ടെ. ഞാൻ പിന്നെ അതിലേക്ക് പോകുന്നതെന്ന് വെച്ചാൽ 4K റെക്കോർഡിങ് 128 എന്തോ മറ്റോ, അതായത് ക്യാമറയിൽ DSLR മിറർലെസ് ക്യാമറ സോണിയുടെയൊക്കെ ഒരു ക്യാമറയിൽ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ആ ഒരു നിലവാരത്തിൽ തന്നെ നമുക്കിതിൽ എടുക്കാമെന്നാണ് അവകാശപ്പെടുന്നത്. പിന്നെ എടുത്ത് പറയേണ്ട പ്രത്യേകത എന്ന് വെച്ചാൽ അല്ലേ ജസ്റ്റ് ആ ഇവൻ്റ് കണ്ടതിൻ്റെ ഒരു വെളിച്ചത്തിലാണ് പറഞ്ഞത്. ഞാൻ വേറെ ടെക് വീഡിയോസൊന്നും കാണാനോ അങ്ങനെ ശ്രദ്ധിക്കാനൊന്നും പോയിട്ടില്ല. നമ്മളങ്ങനെ വലിയ രീതിയിൽ പറയുന്നൊന്നും ഇല്ലാത്തല്ലേ. എന്തായാലും നമുക്ക് പിന്നെ കളർ വേരിയൻ്റ് ഒന്നും എന്നെ പറ്റിയൊന്നും വലിയായിട്ട് അറിയത്തില്ല. എന്തായാലും ഇറങ്ങിക്കഴിയുമ്പോൾ ബാക്കി ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഇടാം. നമ്മുടെ
$29. How Apple Watch makes their lives better in ways both big ആപ്പിൾ along with our ever വാച്ചും മറ്റേ എയർപോഡ്സും ഒക്കെ ഇതിൻ്റെ കൂടെ ഓൾറെഡി popular ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാനിത് insert. Another and advanced നമ്മൾ 50 million individual, whether you're AirPods 4, built with our labels, the clicking. Magic Board, Central പിന്നെ എഫിഷ്യൻസി, അത് ഞാൻ ജസ്റ്റ് മറന്നു പോട്ടെ. എഫിഷ്യൻസി നമ്മുടെ ഇതുവരെ ഉള്ളതിനെ കഴിഞ്ഞ്, അതായത് 30, 40, 50, 60 ഇതിൻ്റെ അകത്ത് ഇതിനെ കഴിഞ്ഞും 20% കൂടെ ഇൻക്രീസ് ആയി. അതായത് 30ക്ക് ഉള്ളതിനേക്കാൾ പിന്നെയും 20% കൂടിയാണ് 40 വരുന്നത്. അതിനേക്കഴിഞ്ഞും കൂടിയാണ് 50 വരുന്നത്. അതിനേക്കഴിഞ്ഞ് കൂടിയാണ് 60 വരുന്നത്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ ഗെയിമൊക്കെ ആണെങ്കിൽ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുമല്ലേ. അതൊന്നും നമ്മൾ പ്രത്യക്ഷത്തിലൊരു ആൾക്ക് നോക്കുമ്പോൾ യാതൊരു വിധ വ്യത്യാസമോ കാഴ്ചപ്പാടിൽ കാണുകയെന്നൊക്കെ കോമഡിക്കൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതല്ല, അവരതിൻ്റെ അടുത്ത് ഉപയോഗിച്ചേക്കുന്ന ചിപ്പ്, അതിൻ്റെ പ്രൊസസ്സറുകൾ എല്ലാം മാറും. ഇപ്പം നമുക്കിപ്പം പുതിയ ഗെയിമുകൾ ലോഞ്ച് ആകുന്നു. ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും കൂടുതൽ അപ്ഡേഷനുകൾ വരുന്നു, യൂട്യൂബിലൊക്കെ അപ്ഡേഷനുകൾ വരുന്നു, പിന്നെ ഫോണിൽ തന്നെ വീഡിയോ എഡിറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കുറേ ഓപ്ഷനുകൾ വരും തോറും ഗ്രാഫിക്സ് എല്ലാം കൂടും. അപ്പോൾ അത് വലിക്കുന്നതിൻ്റെ പെർഫോമൻസ് ഓരോ വർഷവും കൂട്ടുന്നുണ്ട്. അതാണ് ഇവർ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അത് കാഴ്ചപ്പാടിൽ ഇപ്പം ബോഡി നോക്കുമ്പോൾ അതിൻ്റെ അകത്തെ ഭാഗം കാണുക എന്ന് പറഞ്ഞ പോലെ കുറേ അങ്ങനത്തെ കുറേ ഇതൊക്കെ കൂട്ടിയിട്ടുണ്ടെന്ന് പറയുന്നത്. We also added a thermal substructure to dissipate heat and also supports hardware accelerated ray tracing. ഗെയിമിൻ്റെ ഒക്കെ കുറേ കാര്യങ്ങൾ Used by games such as War Thunder Mobile to more accurately represent the reflection of the sun on the water. അതുപോലെ ഗ്രാഫിക്സ് ഉള്ള ഗെയിമൊക്കെ നമുക്ക് സ്മൂത്തായിട്ട് കളിക്കാൻ സാധിക്കും എന്നാണ് അതിൻ്റെ അത്. Hardware acceleration can run ray tracing at up to 5 times higher frame rates than with software-based ray tracing, allowing A18 to run these graphics smoothly. Here, ray tracing is used to ഗ്രാഫിക്സ് സ്മൂത്തായിട്ട് ഗെയിമുകൾ പ്ലേ ആകാനും പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റിയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് നല്ല ഈ കാഴ്ച മിഴിവ് നമുക്ക് തരാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള ഡിസ്പ്ലേ ക്വാളിറ്റി അവതരിപ്പിച്ചിട്ടുണ്ട്. realistic theme will also here and a SAP to introduce that boasts hundreds for iPhone technology and expand smartphone to new level games for iPhone that take mobile gaming to the next level. Powerful workloads like gaming and Apple Intelligence demand great battery life. So we gave iPhone 16 an even bigger battery, which together with the അതുപോലെ തന്നെ ബാറ്ററിയുടെ കാര്യം പറയുന്നത്, ബാറ്ററി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. വെച്ചാൽ മറ്റേ കുറച്ചും കൂടെ ചാർജ് എപ്പോഴും ബാറ്ററിയാണല്ലോ കുറ്റം പറയുന്നത് എല്ലാവരും. പക്ഷേ ഇതിൻ്റെ അകത്ത് അപ്ഡേറ്റിനകത്ത് വന്നതിൻ്റെ അകത്ത് ചാർജിങ് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ചാർജ് നിൽക്കും. efficiency of A18 and the advanced power management of text effects and maps detailed CSOS, the emergency like Say people off camera are talking during the capture. ഇപ്പോൾ ഏകദേശം ഒക്കെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വെച്ചാൽ ഇനി നമുക്ക് കൈ കിട്ടാതെ ഒന്നും കൂടുതൽ പറയാൻ പറ്റില്ല. ഇതിപ്പോൾ ഇവരുടെ ലോഞ്ചിങ്ങിൽ ഇതിൻ്റെ അകത്ത് എന്തൊക്കെ അവരുടെ കൂടുതൽ വന്നിട്ടുണ്ടെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതായാലും നല്ല വെച്ചാൽ കൂടുതലുണ്ട്. ഇപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ വീഡിയോഗ്രാഫിക്ക് ഇപ്പോൾ ആൽബം ഷൂട്ടിങ്ങിനും വേണ്ടിയിട്ടൊക്കെ ഉള്ള കുറേ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഭാഗമാണ് കാണിക്കുന്നത്. ഗിംബലെല്ലാം വെച്ച് ക്രിയേറ്റീവ് ഷോട്ടുകളൊക്കെ എടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതിൻ്റെയൊക്കെ കുറേ ഭാഗങ്ങൾ കാണിക്കുന്നുണ്ട്. സ്ലോ മോഷനൊക്കെ വെച്ചിട്ട് ക്യാമറയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തേക്കുന്നത്. ക്യാമറയ്ക്ക് ഓഡിയോ റെക്കോർഡിനാണ് ഇമ്പോർട്ടൻസ്, സ്റ്റുഡിയോ ക്വാളിറ്റി ഓഡിയോ റെക്കോർഡിങ്ങിനൊക്കെയാണ് ഇമ്പോർട്ടൻസ് ഏറ്റവും കൂടുതൽ കൊടുത്തേക്കുന്നത് ഐഫോണിൻ്റെ കാര്യത്തിൽ. ഈ ഒരു ക്ലിപ്പ് കാണിച്ചിട്ട് സിനിമാറ്റിക് കുറേ ഓപ്ഷൻസുകളൊക്കെ ഇങ്ങനെ അവർ ലോഞ്ചിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് വന്നു കഴിഞ്ഞിട്ട് ബാക്കി എങ്ങനെയുണ്ടെന്നുള്ളത് പറയാം. ഓക്കെ.